എൻ്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് കാരണം ഞാൻ ഏറ്റെടുത്തൊരു വെല്ലുവിളിയാണ് കേട്ടോ ഈ കേക്ക്. എൻ്റെ കൂടെ ഉണ്ടല്ലോ PSCക്ക് പഠിച്ചുകൊണ്ടിരുന്ന ചേച്ചി ഈ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ് ഈ ഫ്ലവേഴ്സ് ഒന്നും വേണ്ട, ഈ സെയിം കളർ തീമിൽ ഈ സ്ട്രോബെറി അവിടെ ഇടയ്ക്ക് വരുന്ന പോലെ ഒരു റെക്ടാങ്കിൾ കേക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇതിനിപ്പോൾ എന്താ അത്ര പണി, 2 സ്ട്രോബെറി എടുക്കാനല്ലേ ഉള്ളൂ, അത്ര വലിയ പണിയുള്ള കാര്യമാണത്. ഞാനും അങ്ങനെ തന്നെ കരുതി. പണ്ട് +2 റെക്കോർഡിൽ പാറ്റയും തവളയൊക്കെ വരച്ച് നിർത്തിയ എന്നിലെ കലാകാരിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നീപ്പിക്കാൻ തീരുമാനിച്ചു. 2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ സ്ട്രോബെറി ഒക്കെ വരച്ചിടുമ്പോൾ തക്കാളി പോലെ അവതരിക്കാൻ വേണ്ടിയിട്ട് ഈ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നല്ല സ്ട്രോബെറി ഫോട്ടോസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊക്കി കയറ്റി വെച്ച എൻ്റെ കോൺഫിഡൻസ് തകർന്നു തുടങ്ങിയത് ഇവിടെ മുതലാണ്. എങ്കിലും അവസാനം ഇത് സ്ട്രോബെറിയുടെ അകന്ന ഒരു ബന്ധുവെങ്കിലും ആവാതിരിക്കില്ല എന്ന് ഞാൻ സ്വയം ആശ്വസിച്ചുകൊണ്ടിരുന്നു. പിന്നെ സ്ട്രോബെറിയുടെ സീഡ്സാണ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ക്രീം കൊണ്ട് സ്ട്രോബെറിയിൽ ആകമാനം വൈറ്റ് ഡോട്ട് ഇട്ടെടുത്ത് എൻ്റെ ഇടിഞ്ഞു പോയ കോൺഫിഡൻസ് അല്പം ഒന്ന് കയറി വന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. കാണാൻ ഏകദേശം ഒരു സ്ട്രോബെറി ലുക്ക് പോലെ തോന്നി തുടങ്ങിയായിരുന്നേ. പക്ഷേ സ്ട്രോബെറീൻ്റെ ആ പച്ച കളർ ഞെട്ട് നിറയ്ക്കുന്ന ഭാഗത്തെ എനിക്ക് വീണ്ടും എന്തോ ഒരു അപാകത തോന്നിയേ. അങ്ങനെ 2-3 വരച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ട്രോബെറിയുടെ മേലേക്ക് എടുക്കുന്ന ഈ പച്ച കുനിപ്പുണ്ടല്ലോ അതിൻ്റെ എണ്ണം 3 അല്ല 4 ആകാൻ തീരുമാനിച്ചു. ഇപ്പം ഏകദേശം ഒരു സ്ട്രോബെറി ലുക്കൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ എല്ലാം വരച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ എൻ്റെ മക്കളെ എനിക്കുണ്ടായിരുന്നൊരു പ്രതി. നിങ്ങളൊന്ന് നോക്കിയാൽ എങ്ങനെയുണ്ട്. ബർത്ത്ഡേ കുട്ടീൻ്റെ പേരും വെച്ച് കൊടുത്ത് 2 പൂമ്പാറ്റയും വെച്ച് കുറച്ച് ഷുഗർ ബോൾസും കൂടി വാരിയിട്ട് കേക്കിലൊക്കെ കംപ്ലീറ്റ് ആക്കി. ഈ ചുന്ദരി കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു കേട്ടോ കേക്ക്. അവർ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ നമ്മുടെ കേക്കിന് അതിനകത്തൊന്നും കൂടി ഭംഗി കൂടുതൽ തോന്നി. ഇനി ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പഠിക്കണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.